അങ്ങനെ വീണ്ടും സാരീസുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസത്തെ ഒരു ഇടവേള വന്നു അല്ലേ. നമ്മൾ റെഗുലറായിട്ട് സാരി ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു, പിന്നെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നീണ്ടു പോയി. അപ്പോൾ കാഷ്വൽ വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും അങ്ങനെ പല പല സാരികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോകൾ. അപ്പോൾ ഇന്ന് ഏറ്റവും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് കാഷ്വൽ വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഇനി അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു എങ്ങനെയാണ് ഫുൾ സെറ്റ് ചെയ്ത് നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് പോലും വെയർ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം. പല പല പേരിൽ അറിയപ്പെടാറുള്ളത് ഈ സാരി ഭഗൽപൂരി സിൽക്ക് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ സെമി ചേർത്ത് സെമി ടസർ ആക്കുന്നവരുണ്ട്. ഖാദി കോട്ടൺ എന്ന് ഖാദി സിൽക്ക് എന്ന് പറയാറുണ്ട്. ഖാദി കോട്ടൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചുരിദാർ മെറ്റീരിയൽ കൊണ്ടുവന്നിരുന്നില്ലേ, ആ ഒരു സെയിം സ്റ്റഫിൽ വരുന്ന സാരിയാണ്. നോർമൽ വാഷ് തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ വാഷബിളായ സാരീസ് ആണെങ്കിലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ സാരികളെക്കുറിച്ച് നിങ്ങൾക്ക് എന്നെക്കാളും അറിവുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു വെറൈറ്റിയിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബ്ലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ 3 നമ്പർ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ആ സാരി തന്നെയാണ്. അതിൻ്റെ ഒന്നുകൂടെ കാണിച്ചു തരാം, കാരണം നിങ്ങൾക്കൊരു ഫുൾ വ്യൂ ഓപ്പൺ വ്യൂ കൂടെ കിട്ടുമല്ലോ. അതാ ഇങ്ങനെ വരുന്നത്. ഇതാണ് അതിൻ്റെ ഡിസൈൻ ബോഡി പാറ്റേൺ വരുന്നത്. ഇതങ്ങനെ വരുന്നു. നമുക്കൊരു സിൽക്ക് ഫീൽ തന്നെ വരുന്നതാണ്. നമ്മൾ ഭഗൽപൂരി സിൽക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് ആ കാറ്റഗറിയിൽപ്പെട്ട സാരിയാണ്. ഇതാ ഇങ്ങനെ വരുന്നു. നോർമൽ വാഷാണ് പറയുന്നത്, പക്ഷേ ഡ്രൈ വാഷ് ചെയ്താൽ ഒന്നും കൂടെ ഏത് സാരിക്കാണ് ഫാൻസി സാരികൾക്ക് ലോങ് ലൈഫിന് നല്ലത് എപ്പോഴും അത് തന്നെയാണ്. ഇങ്ങനെ വരുന്നു. 6 മീറ്റേഴ്സാണ് ലെങ്ത്ത് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇനി അഥവാ നിങ്ങൾ ഈ ബ്ലൗസ്, ഞാനിപ്പോൾ ഇതിനോട് ഏകദേശം ചേരുന്ന വേറെ ബ്ലൗസാണ് വെയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം മാച്ച് ആവണ വേറെ ബ്ലൗസോ അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഏതെങ്കിലും കളറിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് നിങ്ങൾ വെയർ ചെയ്യുകയാണെങ്കിൽ സാരിക്ക് 6 മീറ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് ഉണ്ട് നന്നായി പ്ലീറ്റ്സ് കിട്ടും. ഞാൻ ഇഷ്ടംപോലെ എനിക്ക് പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട് 6 മീറ്റേഴ്സ് ആയതുകൊണ്ട്. അത് നിങ്ങളുടെ ചോയ്സാണ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊരു സാരിയുടെ ഒരു ഫുൾ വ്യൂ വരുന്നതും ഈ ഒരു മെറ്റീരിയലിൽ ഇങ്ങനെ വരുന്നു. 880 റുപ്പീസ് പെർ പീസ്. മീറ്റർ എന്ന് പറഞ്ഞ് ശീലമായതുകൊണ്ട് അങ്ങനെ വന്നത് 880 രൂപയാണ് സാരിയുടെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് സാരി ഇതാ വരുന്നത്. നമ്മൾ ആദ്യം കണ്ട സാരിയുടെ സെയിം കളറ്, പക്ഷേ ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചോയ്സ് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യണം. എപ്പോഴും ഇങ്ങനെ വരുന്നു. അതിൻ്റെ പല്ലു ഇങ്ങനെ വരുന്നു. ബ്ലൗസ് വരുന്നത് സെയിം ആ റണ്ണിങ് ബ്ലൗസ് പീസ്. സ്ലീവ് എൻഡിലേക്ക് ആ ബോർഡർ നമുക്ക് കിട്ടും. ഇങ്ങനെ വരുന്നു. 6 മീറ്റേഴ്സാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ 5.25 മീറ്റേഴ്സ് ലെങ്ത്ത് മതി എന്നുള്ളവർക്ക് സാരി മതി എന്നുള്ളവർക്ക് 75 സെൻറ്റിമീറ്ററിൽ ബ്ലൗസ്, കാരണം വിഡ്ത്ത് ഉണ്ടല്ലോ 48 ഉണ്ട് അല്ലേ, 46 ഉണ്ടാവും. എന്താ ഞാൻ വിഡ്ത്ത് കാണിച്ചു തരാം കേട്ടോ. എക്സാക്ട്ലി അത്യാവശ്യം നല്ല വിഡ്ത്തുള്ള ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിൽ സാരിയുടെ വിഡ്ത്ത് നമ്മൾ കണ്ടോ. അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വിഡ്ത്ത് ഉണ്ട് സാരി. 880 രൂപ. ഇതാണ് സെക്കൻഡ്. അപ്പോൾ ഓരോ സാരിയിലും ഇനി വരുന്നത് ഞാനിപ്പോൾ ഡ്രൈപ്പ് ചെയ്തിരിക്കുന്ന അതേ ഡിസൈനിലും പിന്നെ ഈ ഒരു ഡിസൈനിലുമാണ്. കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അതെല്ലാം ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് കളർ ആൻഡ് ഡിസൈൻ ഇങ്ങനെ വരുന്നു. ഒരു ഡാർക്ക് ഗ്രേ, ഒരു ബ്ലൂയിഷ് ടച്ച് വരുന്ന ഗ്രേ കളർ എന്ന് പറയില്ല. ഇങ്ങനെ വരുന്നു. സാരിയുടെ പല്ല് വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് സെയിം റണ്ണിങ് ബ്ലൗസ്. സ്ലീവ് എൻഡിലേക്ക് ആ ബോർഡറോട് കൂടി വരുന്നു. ഇങ്ങനെ വരുന്നു സാരിയുടെ ഫുൾ വ്യൂ. 880 രൂപ. സെയിം കളറിൽ നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നു. ഡിസൈനിൽ മാത്രം വ്യത്യാസമുണ്ട്. കളർ ഇങ്ങനെ വരുന്നു. പല്ലു, ബ്ലൗസ് സെയിം. 6 മീറ്റേഴ്സ് ലെങ്ത്ത് വരുന്ന ഭഗൽപൂരി സിൽക്കിൽ വരുന്ന സാരി ഇങ്ങനെ. എൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെ. 880 രൂപ. നെക്സ്റ്റ് കളർ ആൻഡ് ഡിസൈൻ വരുന്നു ഇങ്ങനെ. അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ മാറിപ്പോണ്ട കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് ഡ്രൈപ്പ് ചെയ്തിരിക്കുന്ന കളർ ഒരു ബർഗണ്ടിലേക്ക് എത്തുന്നതാണ്. ഇത് കുറച്ചുകൂടി ഒരു ലൈറ്റ് മെറൂൺ ടോണിലോട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ ആ ഒരു ബാട്ടിക് പ്രിൻറ്റ് വരുന്ന ആ ഭഗൽപൂരി സിൽക്കിൻ്റെ ഒരു നോർമൽ ഒരു നേച്ചർ ഉണ്ടല്ലോ, നമുക്കൊരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നിക്കുന്ന ആ ഒരു സ്ട്രക്ചറിൽ. അപ്പോൾ കളർ മാറിപ്പോണ്ട കേട്ടോ. കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഇത്, കുറച്ച് ഡാർക്കർ ഷെയ്ഡ് പ്രിഫർ ചെയ്യുന്നവർക്ക് അത് അങ്ങനെ ഇങ്ങനെ വരുന്നു. ഇത് 880 രൂപ. കളറിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും ലൈറ്റും ഡാർക്കും പ്രിഫറൻസ് കൊടുത്തിട്ട് ഒന്ന് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളെ. സെയിം ടൗണിൽ വരുന്ന നെക്സ്റ്റ് സാരി ഇങ്ങനെ. ഡിസൈനിൽ മാത്രം വ്യത്യാസം. ഇങ്ങനെ വരുന്നു. അപ്പോൾ റണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്യാതിരുന്നാൽ നല്ല ലെങ്ത്തിൽ നല്ല പ്ലേറ്റ്സ് ഇട്ടിട്ട് സാരി എടുക്കാം. അല്ലെങ്കിൽ നോർമൽ സാരി ഉണ്ടാവും, ഒരു സാരി ലെങ്ത്തിൽ വരും. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ. അപ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു മൺഡേ ടു ഫ്രൈഡേ ഡ്രസ്സ് ചെയ്യാനായിട്ട് 5 കളേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് കളർ ആൻഡ് ഡിസൈൻ ഇങ്ങനെ വരുന്നു.
ഒരു ഡാർക്ക് ഗ്രേ. നമ്മൾ ആദ്യം കണ്ടത് ഒരു ബ്ലൂയിഷ് ടച്ച് വരുന്ന ഒരു ഗ്രേ ആയിരുന്നു. ഇതൊരു കോഫി ബ്രൗണിൻ്റെ ഒരു ടച്ച് വരുന്ന ഒരു ഗ്രേ. ഇങ്ങനെ വരുന്നു. ഡിസൈൻ സെയിം ആണ് എല്ലാത്തിലും വരുന്നത്. 2 ഡിസൈനാണ് വരുന്നത്, കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഏതാണോ ചോയ്സ്, ഒന്നിൽ കൂടുതൽ ചോയ്സ് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇത് 880, 880 രൂപ. നെക്സ്റ്റ് ഡിസൈൻ ആൻഡ് കളർ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു. നമ്മൾ ആദ്യം കണ്ട അതേ കളറിൽ ഡിസൈൻ ഇങ്ങനെ, പല്ല് വരുന്നത് ഇങ്ങനെ, ബ്ലൗസ് ട്രെൻഡിങ് ബ്ലൗസ് ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്ലൗസ് ഓരോന്നിലും കാണിക്കാത്തിരുന്നത്. സ്ലീവ് എൻഡിലേക്ക് ആ ബോർഡർ കിട്ടും നമുക്ക്. ഇങ്ങനെ വരുന്നു. സാരീൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെ. ലാസ്റ്റ് കളർ വരുന്നത് ഇങ്ങനെ. ലാസ്റ്റ് കളറിൽ ഫസ്റ്റ് ഡിസൈൻ മസ്റ്റർഡ് യെല്ലോയിൽ നിങ്ങൾക്കപ്പോൾ ക്ലിയർ ആയിട്ട് കാണാം. അതിൽ കണ്ടോ ഒരു ഡാർക്ക് ഒരു കോഫി ബ്രൗണിൻ്റെ കൂടെ നമുക്കൊരു ഡബിൾ കളർ പോലെ തോന്നുന്ന രീതിയിൽ എല്ലാ സാരിയിലും അങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരും. ബ്യൂട്ടിഫുൾ കളേഴ്സാണ് എല്ലാം. 5 കളേഴ്സിൽ വന്നിട്ടുണ്ട്. അധികം റേറ്റും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലൊരു കൺസെപ്റ്റ് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് സാരി വരുന്നു. ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു. 5 ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നിട്ടുണ്ട്. 2 ഡിസൈൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. ബ്ലൗസ് സ്ലീവ് എൻഡിലേക്ക് ആ ബോർഡർ വരും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഏത് ഫാൻസി സാരിക്കാണെങ്കിലും അതിന് വേണ്ട കെയർ ആൻഡ് പ്രോപ്പർ കെയർ കൊടുക്കുക. വാഷിങ്ങിൽ കാര്യങ്ങൾ ഹോം വാഷബിളാണെന്ന് പറഞ്ഞാലും ശ്രദ്ധിച്ച് ചെയ്യുക. ഇങ്ങനെ വരുന്നു. 6 മീറ്റേഴ്സ് ലെങ്ത്ത്, 880 rupees per piece. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ സാരീസ്. ഇഷ്ടമായോ? എല്ലാവരുടെയും ഫീഡ്ബാക്ക്സ് പറയൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. ഏതാണോ പ്രിഫറൻസ്, നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന കളർ, അതിൽ ഒന്നിൽ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ചോയ്സസ് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യുക. പിന്നെ എപ്പോഴും വാഷിങ്ങിലൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡ്രൈ വാഷ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് ഫാൻസി ആയിട്ടുള്ളത് അല്ലെങ്കിൽ നല്ലൊരു ഫിനിഷിങ്ങിൽ, അപ്പോൾ നമ്മൾ സെമി ടെസർ പോലെ വരുന്ന സാരികൾ വാഷബിൾ എന്നാണ് പറയാറ്. എങ്കിലും അത് ഫ്രീക്വൻലി വാഷ് ചെയ്യാതിരിക്കുക. നമ്മൾ എപ്പോഴും മെഷീൻ വാഷ് ചെയ്താൽ റഫ് ആൻഡ് ടഫായിട്ട് യൂസ് ചെയ്യേണ്ടവരാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് നമ്മൾ റണ്ണിങ് മെറ്റീരിയലായിട്ട് നമ്മൾ ഫോക്സ് ജോർജറ്റൊക്കെ ഇല്ലേ, പ്രിൻറ്റഡ് ജോർജറ്റ്, അതാണ് വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതാക്കും. ബാക്കിയെല്ലാം നമ്മൾ അതിന് പ്രോപ്പർ കെയർ കൊടുക്കുക. എങ്കിലും മേജർ ഇഷ്യൂസ് ഒന്നും വരാത്ത തരം സാരീസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എപ്പോഴും ഡ്രൈ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുന്ന, അത് ഫസ്റ്റ് വാഷ് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. അത്രയായിരുന്നു ഇന്നത്തെ കളക്ഷൻസ്, ഇന്നത്തെ വീഡിയോയും. വീണ്ടും ഒരുപാട് വെറൈറ്റീസുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.